പലരും പറയുന്നുണ്ട് ബി ഗോപാലകൃഷ്ണൻ ജ്യോത്സ്യനാണോ, ബി ഗോപാലകൃഷ്ണൻ വർഷങ്ങളായിട്ട് ഇത് കണ്ടെത്തിയോ? ഞാൻ നിങ്ങൾ മാധ്യമപ്രവർത്തകരോട് ഒരു സത്യസന്ധമായ കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാനൊരു ചാനലിൻ്റെ പേര് പറയുന്നില്ല, ഒരു ചാനലിൽ ചർച്ച കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് വന്നപ്പോൾ പലരും വിളിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു സ്ത്രീ എന്നെ വിളിച്ചു. ഇത് വളരെ കൃത്യമായി ഞാൻ പറയുകയാണ്, എൻ്റെ കയ്യിൽ ആ സ്ത്രീയുടെ നമ്പർ അടക്കമുണ്ട്. ആ സ്ത്രീ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ കോളേജിലെ നിങ്ങളുടെ കൂടെ ചർച്ചയ്ക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കോളേജിലെ സഹപ്രവർത്തകയായിരുന്നു. ഞാനും അന്ന് KSUവിൽ പ്രവർത്തിച്ചിരുന്നു. പക്ഷെ സാറുമായി സംസാരിച്ച ആ വ്യക്തിയുടെ സ്വഭാവം വളരെ മോശമാണ്. ആ വ്യക്തി സ്ത്രീകളുമായിട്ടുള്ള ആ വ്യക്തിയുടെ ഇടപെടൽ വളരെ മോശമാണെന്ന് വ്യക്തിപരമായ അനുഭവമുള്ള ആളാണ് ഞാൻ. ഇന്ന് അയാൾ നേതാവാണ്. പക്ഷെ ഞാനിത് നിങ്ങളോടൊന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇതായിരുന്നു ചാനൽ ചർച്ചയ്ക്ക് ശേഷം എനിക്ക് വന്ന ഫോൺ കോൾ. അയാളുടെ സമീപനവും അയാളുടെ സംസാരവും അയാളുടെ സ്വഭാവവും ഒരു സംസ്കാരത്തിന് ചേർന്നതല്ല. താങ്കളെപ്പോലുള്ള ആളുകളൊക്കെ സംസാരിക്കാൻ പറ്റിയ ആളല്ല എന്നാണ് എന്നോട് പറഞ്ഞത്. പക്ഷെ ഞാൻ എൻ്റെ ക്രക്സ് എടുക്കുകയാണ്. അത് വളരെ മോശമാണ്. സ്ത്രീകളോടുള്ള ഇടപെടൽ വളരെ മോശമാണ്. അത് വ്യക്തിപരമായിട്ടുള്ള എൻ്റെ അനുഭവമാണ്. ഇതെന്നോട് പറഞ്ഞതാണ്. ഞാനതെൻ്റെ മനസ്സിൽ കുറിച്ചിട്ടു. പക്ഷെ ഒരു പൊതുപ്രവർത്തകനെതിരെ ആരെങ്കിലും ഫോൺ ചെയ്ത് ഏതെങ്കിലും തരത്തിൽ സംസാരിച്ചാൽ അത് പറയാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യം വ്യക്തിപരമായ ആക്ഷേപം പാടില്ല എന്ന് ചിന്തിക്കുന്ന ആളാണ് ഞാൻ. പക്ഷേ മറ്റൊരു ദിവസം വേറൊരു ചാനലിൽ ഞാൻ ചർച്ചയ്ക്കിരിക്കുമ്പോൾ വ്യക്തിപരമായി എന്നെ ആക്ഷേപിച്ചു. അപ്പം ഞാൻ തിരിച്ച് ആക്ഷേപിച്ചു. ഞാൻ തിരിച്ചത് പറഞ്ഞു, നിങ്ങളുടെ പേര്, ഈ പേര് ഇയാൾ ഈ പറഞ്ഞ സ്ത്രീയുമായി ബന്ധപ്പെട്ട സ്ത്രീയാണ് എന്നോട് പറഞ്ഞത്. അയാളുടെ ആ പേര് പറഞ്ഞത് ആ സ്ത്രീയാണ്. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങളെ ഇന്ന പേരിൽ അറിയപ്പെടുന്നു, കോഴി രാഹുൽ എന്നാണ് നിങ്ങളെ അറിയപ്പെടുന്നത്.